ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ രുക്മിണി സ്വയംവരമെന്ന ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ നമോ. മന്നവൻ വിദർഭന ഭീഷ്മകൻ തനിക്കുക നന്ദനന്മാരായ 5 പേര്, അതിൽ മുമ്പൻ രുക്മി, ആറാമതുണ്ടായതു രുക്മിണി എന്ന പുത്രി. കൂറവൾ ലക്ഷ്മി തൻ്റെ വേറല്ല എന്നതുകൊണ്ട് രുക്മിണിയുടെ ചാരു സൗന്ദര്യം ചൊല്ലിയിടുവാൻ വാഗ്മിത്വമുള്ള വാഗീശ്വരിക്കും വേലയത്രേ. കേശവനുടെ ചാരു സൗന്ദര്യ വൃത്താന്തങ്ങൾ ആശയാ പലർ പറഞ്ഞങ്ങനെ കേട്ടിട്ടവൾ, മാധവൻ എനിക്ക് ഭർത്താവാകേണമെന്ന് ബോധവും ഉറച്ചു വാണിടിനാൾ രുക്മിണിയും. വിശ്വനായകൻ താനും അങ്ങനെ ചിത്തത്തിങ്കൽ നിശ്ചയിച്ചിരിക്കുന്നു. രുക്മിണി ലീല കേട്ടും സുന്ദരഗാത്രിയാക രുക്മിണിയുടെ താതൻ തന്നുടെ ബന്ധുക്കളും മാതാവും എല്ലാവരും കാമകൽപ്പകനായ കൃഷ്ണന് കൊടുക്കണം കാമവല്ലിയാമിവൾ തന്നെ എന്നിരിക്കുമ്പോൾ, രുക്മിണിയും കൃഷ്ണൻ തൻ്റെ മാഹാത്മ്യം അറിയാതെ കസ്മലൻ കൃഷ്ണനോട് ശത്രുവായി വരികയാൽ താതമാതാക്കളെയും ഏറ്റവും നിന്ദിച്ചവൾ സ്വാതന്ത്ര്യമുള്ള ചടൻ ദേഹാഭിമാനി നൃപൻ. തൽബന്ധു ശിശുപാല ഭൂപന് നൽകിയിടണം തൽ സ്വസാവിനെ എന്നു നിശ്ചയിച്ചതു കാലം. രുക്മിണി തൻ്റെ തോഴി ചൊല്ലിയ വൃത്താന്തങ്ങൾ വിസ്മയഹീനം കേട്ടു വൈദർഭി അതു നേരം. എത്രയും ഇഷ്ടനായ ബ്രാഹ്മണോത്തമൻ തന്നെ ഗുപ്തമായി അറിയാതെ വരുത്തി വൃത്താന്തങ്ങൾ ഓരോന്നേ പറഞ്ഞയച്ചിടിനാൾ കൃഷ്ണാന്തികേ. ഖേദിച്ചിടരുതു, നിൻ കാര്യം ഞാൻ വരുത്തുവൻ. പേദിയവരൻ നന്നായി വാഴുക എന്നും ചൊല്ലിപ്പോയാൻ അൻപിനോടതിവേഗം നടന്നു വിപ്രേന്ദ്രനും. അൻപോട് കൃഷ്ണഗൃഹ ഗോപുരേ ചെന്നീടിനാൻ. ഗോപുരപാലൻ കൃഷ്ണൻ തന്നെയും അറിയിച്ചു, ഗോവിന്ദൻ കൂട്ടിക്കൊണ്ടുപോരിക എന്നത് കേട്ടു വേദിയൻ തന്നെ ചെന്നുകൂട്ടി കൃഷ്ണന്റെ മുമ്പിൽ ആദരവോട് വിട്ടു ഗോപുരപാലൻ പോന്നാൻ. വിപ്രനെ കണ്ട നേരം കൃഷ്ണനും എഴുന്നേറ്റു സുപ്രമോദേന ചെന്നു കൈപിടിച്ചാദരേണ സ്വച്ഛമാ നിജാസനെ ഇരുത്തി പൂജിച്ചിട്ടു. സ്വച്ഛമാ ഭോജനവും കഴിപ്പിച്ചന്തർഗൃഹേ സ്വച്ഛയാം ശയ്യ തന്മേൽ കിടത്തി മുകുന്ദനും അച്യുതൻ താനുമേറ്റ മോദമോടാദരേണ പാദശുശ്രൂഷ ചെയ്തു ചോദിച്ചു വിപ്രനോട്, വേദവിത്തമാ ഭവാൻ ദുഃഖങ്ങൾ ഉപേക്ഷിച്ചു സൽക്കർമ്മനിരതനായി ഈശ്വരാജ്ഞയാവന്നു. കൈക്കലായത് കൊണ്ട് തുഷ്ടിയാ വാണിയിടുന്നിതോ എന്തൊന്നു വരികിലും ധർമ്മത്തിൽ പിഴയാതെ സന്തുഷ്ടനായി തന്നെ വാഴണം ദ്വിജോത്വമൻ. എന്നുമേ സന്തോഷമായി വാഴുന്നിതെന്നാകിലും വന്നിടുവതിനിടെ ശോകം ഇന്ദ്രനെന്നാലും. ആത്മലാഭത്തെ കൊണ്ടു സന്തുഷ്ടചിത്തന്മാരായ ആത്മാവ് പോലെ തന്നെ സമസ്ത ജനത്തെയും ചിന്തിച്ചിട്ട് അറിഞ്ഞഹങ്കാരത്തെ കളഞ്ഞുള്ളൂരന്തണന്മാരെ ഞാനും
കുമ്പിട്ടിടുന്നു സദാ. തൊൽപുത്രമിത്രാദികൾ സുഖമായി വാഴുന്നിതോ. സൽപുമാനായ ഭവാൻ ദുർഗങ്ങൾ നദിഗിരി കടന്നു വന്നിടുവാൻ എന്തു കാരണം എന്നു പടിവോടിന്ന് കേൾപ്പാൻ ആഗ്രഹമുണ്ടു പാരം. കേൾക്കാമെങ്കിലോ കേൾപ്പിക്കണം, കേൾക്കരുതെങ്കിൽ ഉൾക്കാമ്പിരന്നാൽ എന്തു വേണ്ട അത് ചൊൽക ഭവാൻ. ഇത്തരം കൃഷ്ണൻ തൻ്റെ വാക്കുകൾ കേട്ട നേരം ചിത്തമോദത്തോടിത്തം പറഞ്ഞു വിപ്രൻ താൻ. യോഗയോഗേശനായിടും ത്വദ്രൂപം കാൺമാൻ, യോഗം വന്നത് പാർത്താൽ എന്നുടെ ഭാഗ്യമല്ലോ. എന്തിതിൽ പരമൊരു കുശലം എനിക്കിഹ ഹന്ത നീ ജന്മമത് സഫലമായി വന്നു. കുണ്ടിന നൃപന്തന്റെ പുത്രി രുക്മിണിയായൊരു അർണോജ വിലോചന തന്നുടെ ഭാവാക്യത്തിനാൽ വന്നതും ഇവിടേക്ക് ഞാനെന്നും അറിയണം. ഇന്ദീവരാക്ഷ കൃഷ്ണ കാരുണ്യവാരാനിധി, ഭക്തന്മാർ പറയുന്ന വാക്കുകളേതെങ്കിലും ഭക്തവത്സലനായ നീ പൊറുത്തിയിട വേണം. തൊൽഭക്തജനങ്ങളിൽ മൗലിയായി മേവിടുവാൻ ഉത്ഭവിച്ചിരിപ്പൊരു സുന്ദരി മൗലിരത്നം. രുക്മിണി ചിത്തേ ദുഃഖം വരുത്തു സഹിയാൻ കാമതനായ നിന്നോടായിക്കൊണ്ടു ചൊല്ലിടുവാൻ സന്ദേശവാക്കി ഓരോന്നു എന്നോട് പറഞ്ഞിതു. ഇന്നു ഞാൻ ഭവാനോട് ചൊല്ലുവനവയെല്ലാം നന്നായി ചെവി തന്നു കേട്ടുകൊള്ളുക ഭവാൻ. എന്തുര ചെയ്തു പറഞ്ഞിടിനാൻ വിപ്രൻ താനും. ഹരേ നാരായണ നമോ